10 മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരറുതിയുമില്ലാതെ തുടരുകയാണ്. നിലവിൽ യുദ്ധഭൂമിയിൽ നിന്ന് നിർണായക വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ സൈന്യം രംഗത്തെത്തി. നെതീവ് ഹസാര മേഖലയിലെ കിബട്സിൽ ഭീകരാക്രമണം നടന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന. തെക്കൻ ഇസ്രായേലി പട്ടണത്തിൽ നിന്ന് കത്തിയുമായി ഇസ്രായേൽ സുരക്ഷാ സംഘത്തെ ആക്രമിക്കാനെത്തിയ ഭീകരനെയാണ് സൈനികർ വെടിവെച്ച് വീഴ്ത്തിയത്. ഭീകരാക്രമണമെന്നാണ് ഇസ്രായേൽ സൈന്യം സംഭവത്തെ വിശേഷിപ്പിച്ചത്. അക്രമി ഖവാർഷി സക്കറിയ ആദം കനേഡിയൻ പൗരനാണെന്നും അവർ വെളിപ്പെടുത്തി. പലസ്തീനെ സ്വതന്ത്രമാക്കൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് യുവാവ് ആക്രമണത്തിന് മുതിർന്നത്. വിനോദസഞ്ചാരിയായാണ് ഖവാർഷി സക്കറിയ ഇസ്രായേലിലേക്ക് വന്നത്. 2 ആഴ്ചത്തേക്ക് ഒരു കാർ വാടകയ്ക്കെടുത്തിരുന്നു. തെക്കൻ ഇസ്രായേലിലെ അഷ്ദോദിൽ നിന്ന് രാവിലെ പുറപ്പെട്ട ഖവാർഷി സക്കറിയ ഹസാരയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആക്രമണം നടത്തി. അതേസമയം ഒഴിഞ്ഞുപോകാനുള്ള മുന്നറിയിപ്പ് നൽകി മിനിറ്റുകൾക്കകം ഇസ്രായേൽ സൈന്യം തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസിൽ നടത്തിയ കനത്ത ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളുമടക്കം 50 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. സുരക്ഷിത മേഖലയെന്ന് പറഞ്ഞിരുന്ന ബാനി സുഹൈല പട്ടണത്തിലടക്കം ഇസ്രായേൽ ടാങ്കുകൾ കനത്ത ഷെല്ലാക്രമണവും നടത്തി. ഷെല്ലാക്രമണത്തിന് പുറമെ ബോംബിങ്ങും ഉണ്ടായി. സുരക്ഷിത മേഖലയെന്ന് പറഞ്ഞിരുന്ന ഇവിടെ 4 ലക്ഷത്തോളം പലസ്തീൻകാരുണ്ട്. കുട്ടികളും സ്ത്രീകളുമടക്കം 10,000 കാൽനടയായി പൊരിവെയിലിൽ പലായനം തുടങ്ങി. തൊട്ടടുത്ത ദേർ ബലാഹ് പട്ടണത്തിൽ ബോംബ് ആക്രമണങ്ങളിൽ മാധ്യമപ്രവർത്തകന് കൊല്ലപ്പെട്ടു. ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം 153ആയി. ഖാൻ യൂനീസിന്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യത്തിനു നേരെ റോക്കറ്റ് ആക്രമണമുണ്ടായിരുന്നു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 39,006ആയി. പരിക്കേറ്റവർ 89,818. ഗാസയിലെ ബന്ദികളിൽ 2 പേർ കൂടി മരിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഗാസ അതിർത്തിയോട് ചേർന്ന് തെക്കൻ ഇസ്രായേലിൽ നെറ്റീവ് ഹസാര പട്ടണത്തിൽ ചെക്ക് പോസ്റ്റിൽ കത്തി ആക്രമണത്തിന് ശ്രമിച്ച കനേഡിയൻ പൗരനെ സൈന്യം വെടിവെച്ചു കൊന്നു. അതേസമയം വെടിനിർത്തൽ ചർച്ചയ്ക്ക് പ്രതിനിധികളെ വ്യാഴാഴ്ച അയക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. US പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അദ്ദേഹം വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ടു. റാഫയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ഹമാസും സൈന്യവും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ശനിയാഴ്ചത്തെ ബോംബാക്രമണത്തിൽ മധ്യ ഗാസയിൽ ഒട്ടേറെ വീടുകൾ തകർന്നിരുന്നു. ജബലിയയിൽ വീടിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ മാധ്യമപ്രവർത്തകനായ മുഹമ്മദ് അബു ജസീറും ഭാര്യയും 2 കുട്ടികളും കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിൽ അൽജല സ്ട്രീറ്റിൽ ജനക്കൂട്ടത്തിൽ ബോംബിട്ടതിനെ തുടർന്ന് ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.